നമസ്കാരം. അങ്ങനെ ഗംഗയും കാവേരിയും കൂടിയിട്ട് ജയപാലിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരോട് പ്രമീള പറയണത്, അമ്മയും മുത്തശ്ശിയും പോലെ നിങ്ങളും തളർന്നു പോകരുത്. ഇനി നിങ്ങൾ വേണം നിളമോളുടെയും അമ്മയുടെയും മുത്തശ്ശിയുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കാൻ, എങ്കിലേ ആ വീടിന് മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പറയണം കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോഴേക്കും ജയപാലൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ജയപാലനാണെങ്കിൽ അവരോട് വന്ന കാര്യം തിരക്കാണ് കേട്ടോ. അപ്പോൾ പ്രമീള ചോദിക്കണം, ജയപാലനിട്ട് എന്താ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ? അവരുടെ വീട്ടിൽ ബാങ്കുകാർ വന്ന കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ? ശാരദ വിളിച്ച കാര്യവും ഞാൻ ഇന്നലെ പറഞ്ഞതില്ലേ എന്ന് പറയട്ടോ. അപ്പോൾ ജയപാലനാണെങ്കിൽ ജയപാലൻ്റെ കള്ളത്തരം അവർ കണ്ടുപിടിക്കുന്നതായപ്പോൾ പ്രമീളയോട് ചൂടാവണം കേട്ടോ. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അവർക്ക് കഴിക്കാൻ നീ എന്തെങ്കിലും പലഹാരം എടുക്കുക, അല്ലെങ്കിൽ തന്നെ നീ ഇവിടെ നിൽക്കേണ്ട കാര്യം എന്താ? നീ അടുക്കളയിലേക്ക് ചെല്ലുമെന്ന് പറഞ്ഞിട്ട് പ്രമീള അവിടുന്ന് പറഞ്ഞേക്കാണ് കേട്ടോ. അങ്ങനെ പ്രമീള പോയ ശേഷം കാവേരി ആണെങ്കിൽ ജയപാലനോട് ചോദിക്കുകയാണ്, അച്ഛൻ എന്തെങ്കിലും കടം ഉള്ളതായിട്ട് ജയപാലൻ അങ്കിളിന് അറിയായിരുന്നോ? അപ്പോൾ ജയപാലൻ പറയണം, ആ വീടിൻ്റെ ഹൗസിംഗ് ലോണ് ഒരു അടവും മുടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ കാവേരി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആ വീട് ശരിക്കും ഹൗസിംഗ് ലോണിലാണോ അങ്കിളെ എടുത്തിരുന്നത്? പിന്നെ പെട്ടെന്ന് എന്താ അച്ഛന് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജയപാലൻ പറയണം, അത് പിന്നെ അരവിന്ദന് അവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതായിട്ട് എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ അത് കേൾക്കുന്ന ഗംഗ പറയാണ്, പക്ഷെ അച്ഛൻ ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ അങ്കിളെ, ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ജയപാലനാണെങ്കിൽ പറയണം, അതാണ് അരവിന്ദൻ്റെ നന്മ, മക്കളെ അവൻ ഒരു സങ്കടവും അറിയിക്കില്ലായിരുന്നു. ഇനിയിപ്പോൾ എന്താ പറഞ്ഞിട്ട് എന്താ കാര്യം ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും പ്രമീള തിരികെ വരുന്നുണ്ട് കേട്ടോ, പലഹാരമൊക്കെ ആയിട്ട്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഗംഗയ്ക്കാണെങ്കിൽ യമുനയുടെ കാൾ വരുന്നുണ്ട്. അങ്ങനെ ഗംഗ മാറി നിന്നിട്ട് കാര്യം ചോദിക്കുമ്പം യമുന പറയണ, ചേച്ചി ഇന്നലെ പോയ ബാങ്കുകാർ വീണ്ടും വന്നേക്കുക, അവർ പറയുക അവർ വീട് ജപ്റ്റ് ചെയ്യാൻ പോവാ, നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി കൊടുക്കണമെന്ന്. അത് കേൾക്കുമ്പോൾ ഗംഗയാണെങ്കിൽ ഷോക്കാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗംഗ ഈ വിവരം കാവേരിയോട് പറയുന്നുണ്ട്. അപ്പോൾ കാവേരി ആണെങ്കിൽ ജയപാലനോട് ചോദിക്കണം കേട്ടോ, അങ്കിൾ ഇനി ഞങ്ങൾ എന്താ വേണ്ടത്? അങ്കിൾ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കില്ലേ, എന്തെങ്കിലും ഒരു ഐഡിയ പറയുമെന്ന് ചോദിക്കണം കേട്ടോ. അപ്പോഴും ജയപാലനാണെങ്കിൽ ഒന്നും കേൾക്കാത്ത മട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വേറെ മാർഗ്ഗമില്ലാണ്ട് കാവേരി ഗംഗയും കൂടിയിട്ട് അവിടുന്ന് പോകാൻ പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പ്രമീള പറയണ, പാവം പിള്ളേർ, അല്ല ജയപാലേട്ട നിങ്ങളിങ്ങനെ ഇവിടെ ഇരുന്നാൽ മതിയോ? അങ്ങോട്ടേക്ക് പോകണ്ടേ? അവിടുത്തെ കാര്യങ്ങൾ തിരക്കണ്ടേന്ന് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ജയപാലൻ്റെ ദേഷ്യം എന്താ ജയപാലൻ പറയണത്, പ്രമീള നീ എൻ്റെ തലയ്ക്ക് മേലെ ഇരുന്ന് എന്നെ ഭരിക്കാൻ പറ്റില്ലേ? എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം എന്താണെന്ന് പറയുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വിനീതിനെ കാണിക്കണം കേട്ടോ. വിനീതാണെങ്കിൽ അവൻ്റെ ടൈലറി ഷോപ്പിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നിവിന് വരുന്നുണ്ട്. അങ്ങനെ നിവിനോട് വിനീതാണെങ്കിൽ തൻ്റെ സങ്കടമൊക്കെ പറയുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അരവിന്ദൻ അമ്മാവന് ഓർമ്മ വരുന്നുണ്ട്, എങ്ങനെ ജീവിച്ചിരുന്ന കുടുംബമാണോ അതെന്നൊക്കെ പറയണം. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കും നിളമോളാണെങ്കിൽ വിനീതിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിനീത് കാര്യം തിരക്കുമ്പോൾ നിളമോള് പറയാണ്, അവിടേക്ക് ബാങ്കുകാർ വന്നിട്ടുണ്ടെന്നും അവർ വീട് ജപ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന്, തനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ആകെ പേടിയാവുന്നുണ്ട്, അവിടെ സഹായിക്കാൻ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ നിളമോളാണെങ്കിൽ വിനീതിനെ വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട്. അപ്പോൾ വിനീതാണെങ്കിൽ ഇക്കാര്യം നിവിനോട് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ സമയത്ത് സ്നേഹതീരം കാണിക്കുന്നുണ്ട്. സ്നേഹതീരത്താണെങ്കിൽ മുത്തശ്ശി പറയാണ്, എൻ്റെ അരവിന്ദൻ അന്യ നാട്ടിൽ കിടന്ന് അലഞ്ഞ് തിരിഞ്ഞ് സമ്പാദിച്ച വീടാണിത്, ഇവിടുന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുമോ ശാരദയെന്ന് ചോദിക്കാനുണ്ട്. അപ്പോൾ ശാരദ പറയണേ, ഇറങ്ങാനോ അമ്മ, എന്താ ഈ പറയുന്നത്? ഇവിടുന്ന് ആരും എങ്ങോട്ടും ഇറങ്ങുന്നില്ല, നമ്മളെ ആർക്കും ഇറക്കി വിടാനും പറ്റത്തില്ല എന്ന് പറയണേ കേട്ടോ. ഈ സമയവും നിളമോളാണെങ്കിൽ ജനാല വഴി നോക്കി നിൽക്കുകയാണ്. ബാങ്കുകാർ പോയിട്ടില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ പോലീസുകാരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ വരുന്ന കാണുമ്പോൾ യമുന പറയുന്നൊരു ശാരദ, അമ്മ ഇത് പോലീസുകാർ വരുന്നു, നമുക്കിനി അങ്ങോട്ടേക്ക് പോകണ്ടേ അമ്മ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ശാരദയാണെങ്കിൽ പറയണത്, അതെങ്ങനെ ശരിയാവും? നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വീട്ടിലേക്ക് തിരിച്ച് കയറാൻ പറ്റത്തില്ല, നമ്മൾ ആരും എങ്ങോട്ടേക്ക് ഇറങ്ങുന്നില്ല, ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടെന്ന് പറയാം കേട്ടോ. അങ്ങനെ പോലീസുകാരോട് ബാങ്കുകാരാണെങ്കിൽ അവർക്കുള്ള അവരുടെ കയ്യിലുള്ള കോടതിയിലെ നോട്ടീസൊക്കെ കാണിക്കണം. അത് മാത്രമല്ല ഒരു വീടിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അങ്ങനെ പോലീസുകാരാണെങ്കിൽ ആദ്യം ജീപ്പും എടുത്തുകൊണ്ട് പോയിട്ട് പിന്നീട് വീടിൻ്റെ പുറകുവശത്തെ വാതിൽ തല്ലിപ്പൊളിച്ചിട്ട് അകത്തേക്ക് കയറി വരുന്നു കേട്ടോ. അങ്ങനെ അത് കാണുമ്പോൾ തന്നെ ശാരദയും യമുനയൊക്കെ ആകെ ഷോക്കടിച്ച പോലെ നിൽക്കണം കേട്ടോ. അവർക്ക് എന്താ ചെയ്യണമെന്നല്ല, അവർ നല്ലോണം പേടിക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാരാണെങ്കിൽ അകത്തേക്ക് കയറി വന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് എന്താ മാന്യന്മാരോട് സംസാരിക്കാൻ അറിയത്തില്ലേ? കോടതി വിധി എന്താണോ അത് നടപ്പിലാക്കിയേ പറ്റത്തുള്ളൂ, നിങ്ങൾ വെറുതെ വാശി കാണിക്കാതെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങാൻ നോക്കുമെന്ന് പറയണം കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയണം, സാറേ എൻ്റെ അരവിന്ദൻ പണി കഴിപ്പിച്ച വീടായത്, അവൻ മരിച്ചിട്ട് ആകെ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, ഞങ്ങൾ എവിടെ നിന്ന് ഇറക്കി വിടുന്നത് ശരിയാണോ എന്ന് ചോദിക്കണം കേട്ടോ. അപ്പോൾ പോലീസുകാരൻ പറയാണ്, അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, ഞങ്ങൾ ഇങ്ങോട്ട് വന്നതേ ബാങ്കുകാരുടെ ഉത്തരവനുസരിച്ചാണ്, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അധികം ബലപ്രയോഗമൊന്നും വേണ്ടി വരില്ല, അല്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് ഞങ്ങളെ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ബലം പിടിച്ച് അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. അങ്ങനെ ശാരദയ്ക്കും വേറെ മാർഗ്ഗമില്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ശാരദയാണെങ്കിൽ അവിടുത്തെ പടിയിൽ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞാൽ, ഇവിടെ ഇരിക്കാനല്ല പറഞ്ഞത്, ഇറങ്ങിക്കുക, വേഗം ഇറങ്ങി വിടുന്നത്, ഞങ്ങൾക്ക് ഈ വീട് ജപ്റ്റ് ചെയ്ത് സീൽ വയ്ക്കാനുള്ളതാണ്. അപ്പോൾ ശാരദ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടും ഇറങ്ങാനില്ല സാറേ, ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മക്കൾക്ക് താമസിക്കാനുള്ള സ്ഥലം സാറ് കണ്ടെത്തി തരുമെന്ന് ചോദിക്കാൻ കേട്ടോ.
അപ്പോൾ ബാങ്കുകാരാണെങ്കിൽ പോലീസുകാരനെ വിളിച്ചിട്ട് മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട്. സാറേ അവരുടെ വാശി കണ്ടല്ലോ, എത്രയും പെട്ടെന്ന് അവരെ എവിടെ നിന്ന് ഇറക്കി തന്നേ പറ്റൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞ സാറേ സ്ത്രീകൾ മാത്രമുള്ള വീടാണ്, അധിക ബലപ്രയോഗമൊന്നും നടത്താൻ പറ്റത്തില്ല. അപ്പോൾ ബാങ്കുകാരാണെങ്കിൽ പോലീസുകാരനോട് പറയണം സാറേ ഇത് ഞങ്ങൾക്ക് മാത്രമല്ല സാധനം ഗുണമുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്കും കുറച്ച് കാശൊക്കെ കൊടുക്കാമെന്ന് പറയണം കേട്ടോ. അങ്ങനെ പോലീസുകാരനാണെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ലാത്തിയുടെ ചൂട് നിങ്ങൾ അറിയേണ്ടി വരും എന്നൊക്കെ പറയാം. അപ്പോഴും ശാരദയാണെങ്കിൽ ഇറങ്ങുന്നില്ല. പക്ഷേ ഇതേ സമയത്ത് യമുനയും നിലയാണെങ്കിൽ നല്ലതുപോലെ പേടിക്കുന്ന കേട്ടോ. അവർ ശാരദയോട് പറയണമ്മേ വേണ്ടമ്മേ ഒരു പ്രശ്നവും വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കുമ്പോൾ പോവാന്നൊക്കെ പറയണം കേട്ടോ. പക്ഷേ ശാരദ ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ല. ഈ സമയത്ത് വിനീതും നിവിനും കൂടിയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അവരൊന്ന് കാര്യം തിരക്കുമ്പോൾ പക്ഷെ മുത്തശ്ശി പറയാണ് മോനെ നമ്മളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പോവാ മോനെ, ഇവർ വീട് ജപ്തി ചെയ്ത് പോവാമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ബാങ്കുകാരോടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോലീസുകാരൻ പറയാണ് സാറേ ഇവരുടെ ഭർത്താവ് മരിച്ചതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട, ഞങ്ങൾക്ക് എന്താണോ നിയമം അത് നടപ്പിലാക്കിയേ പറ്റൂ, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ പഠിച്ച ചെറുപ്പക്കാരില്ലേ, ഈ സ്ത്രീയെ പറഞ്ഞ് മനസ്സിലാക്കുന്ന പറയണം കേട്ടോ. അങ്ങനെ വിനീതും നിവിനും ഒക്കെ അവരോട് കുറേ അധികം സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവർ വഴങ്ങാൻ തയ്യാറാവുന്നില്ല കേട്ടോ. അങ്ങനെ ബാങ്കുകാരെയും പോലീസുകാരനെയും മാറ്റി നിർത്തിയിട്ട് അവർ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട് സാറേ അരവിന്ദൻ അങ്കിൾ മരിച്ചിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, അവർക്ക് ഈ കടമൊക്കെ തീർക്കാനുള്ള കുറച്ച് സാവകാശം കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ. പക്ഷേ ബാങ്കുകാരുണ്ട് അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവരാണെങ്കിൽ പോലീസുകാരനോട് പറഞ്ഞത് സാറേ ഇതൊന്നും നിങ്ങൾ കേൾക്കാൻ നിൽക്കണ്ട, എത്രയും വേഗം അവരെവിടെ നിന്ന് ഒഴിപ്പിക്കാൻ നോക്കുന്നതാണ്. അങ്ങനെ പോലീസുകാരനാണെങ്കിൽ ആ ലേഡി കോൺസ്റ്റബിളെ കണ്ണ് കാണിക്കാൻ കേട്ടോ ശാരദയും. അങ്ങനെ കോൺസ്റ്റബിൾ ആണെങ്കിൽ ശാരദയെ അടിക്കാനായിട്ട് വടി ഓങ്ങുമ്പോഴത്തേക്ക് അവിടേക്ക് കാവേരി വന്നിട്ട് അത് തടയുന്നുണ്ട് കേട്ടോ. അപ്പം മറ്റൊരു ലേഡി കോൺസ്റ്റബിൾ ആണെങ്കിൽ കാവേരിയെ തല്ലാനായിട്ട് വടി ഓങ്ങുകയാണ്. അങ്ങനെ അവരെ ആണെങ്കിൽ ഗംഗ പിടിച്ച് തള്ളി മാറ്റുകയാണ്. അപ്പോൾ കാവേരി പറഞ്ഞത് ഞങ്ങളുടെ അമ്മയുടെ ദേഹത്ത് തൊടാൻ ഞങ്ങൾ ആരെയും അനുവദിക്കത്തില്ല, ആകെ പിടിവിട്ട് നിൽക്കുക ഞങ്ങൾ എന്താ ചെയ്യാതെ ഞങ്ങൾക്ക് തന്നെ അറിയില്ല എന്ന് പറയണം കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് ബാങ്കുകാരും പോലീസുകാരും വരുന്നുണ്ട്. എന്നിട്ട് കാവേരിയോട് പോലീസുകാരൻ നല്ലതുപോലെ തന്നെ ചൂടാവുന്നുണ്ട് കേട്ടോ. നീ എന്ത് ധൈര്യത്തിലാണ് ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് നേരെ കൈ ഓങ്ങിയത്, യൂണിഫോം ധരിച്ചിരിക്കുന്ന പോലീസുകാർക്ക് നേരെ കൈ ഓങ്ങിയാലുള്ള വകുപ്പ് എന്താണെന്നറിയോ നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശാരദയെ ഒന്ന് പേടിക്കുന്നുണ്ട്. അങ്ങനെ ശാരദ എണീറ്റ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ശാരദയോട് പറയാം നിങ്ങളുടെ മക്കളെ ഇതുവരെ സിനിമയിൽ മാത്രമല്ലേ ജയിൽ കണ്ടിട്ടുള്ളൂ, ശരിക്കും ജയിൽ കാണിക്കാനുള്ള അവസരം അവർ ഒരുക്കിയിരിക്കുന്നത്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും പേരിൽ ഞങ്ങൾ വധശ്രമത്തിന് കേസെടുക്കുമെന്ന് പറയണം കേട്ടോ. അതുമാത്രമല്ല പോലീസുകാരെ തടഞ്ഞ് നിർത്തിയതിൻ്റെ പേരിൽ ഞങ്ങൾ കേസെടുക്കും, അവസാനം അമ്മയും മക്കളും ജയിലിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ പറയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ശാരദയ്ക്ക് നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ. ബാങ്കുകാരനാണെങ്കിൽ ആ എസ് ഐന് വീണ്ടും അങ്ങോട്ടേക്ക് മാറ്റി നിർത്തിയിട്ട് സംസാരിക്കുന്നു. സാർ ഇപ്പോൾ പറഞ്ഞില്ല ആ പോയിൻ്റൊക്കെ കറക്റ്റാണ്, ഇതും പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും സാർ അവരെ എവിടുന്ന് ഒഴിപ്പിച്ചിടണമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പോലീസുകാരനാണെങ്കിൽ തിരിച്ചു വന്ന് പറയാണ് നിങ്ങളുടെ മക്കൾ കാണിച്ച അതിവേഗമൊക്കെ ഞങ്ങൾ മറക്കാം, പല സ്ഥലത്ത് ഞങ്ങൾക്ക് ഇതുപോലെയുള്ള എതിർപ്പൊക്കെ കാണേണ്ടി വരാറുണ്ട്, അങ്ങനെ കരുതിക്കോളാം, പക്ഷെ ഞങ്ങൾ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും, മാത്രമല്ല നിങ്ങളുടെ മക്കളുടെ പേരിൽ കേസ് ചാർജ് ചെയ്യേണ്ടി വരും എന്ന് പറയാനായിട്ട്. അപ്പോൾ ശാരദയാണെങ്കിൽ എസ് ഐയോട് പറയണം ഇവിടെ നിന്ന് ഇറങ്ങാനില്ല സാറേ, ഞാൻ വഴിയൊരുക്കി തരാമെന്ന് പറഞ്ഞിട്ട് ശാരദയാണെങ്കിലും ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അങ്ങനെ കാവേരി യമുനയൊക്കെ ശാരദ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്.